വെൽക്കം റഹ്മാനാണ്. ഈ വീഡിയോ സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഫംഗ്ഷനെ കുറിച്ചിട്ടുമാണ് നമ്മൾ പറയുന്നത്. ഓൺലി അബൌട്ട് യൂകാരിയോട്ടിക് സെൽ മെംബ്രെയിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ മനുഷ്യന്റെയൊക്കെ സെൽ മെംബ്രെയിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുക. എന്തുകൊണ്ട് നമ്മൾ സെൽ മെംബ്രെയിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സെല്ലിനകത്തും മരുന്നെത്തണം. അപ്പോൾ സെൽ മെംബ്രെയിൻ കടക്കണം. അറ്റ്ലീസ്റ്റ് സെൽ മെംബ്രെയിനിലെങ്കിലും മരുന്നെത്തിയാലായിരിക്കും ചിലപ്പോൾ ഇവിടെ പ്രവർത്തനം ഉണ്ടാകുക, അല്ലെങ്കിൽ സെല്ലിനകത്തേക്ക് കടക്കണം. അപ്പോൾ സെൽ മെംബ്രെയിനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഒരു സെല്ലിന്റെ ഇതാണ് സെൽ എങ്കിൽ, ഇത് ന്യൂക്ലിയസ് എങ്കിൽ, ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ബൗണ്ടറി ആണ് എക്സ്റ്റേണൽ വേൾഡ് ഓർ ടു ദ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ്. ഇവിടെ വേറെ സെൽ ഉണ്ടെങ്കിൽ തമ്മിലുള്ള സ്പേസ്, അതാണ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ്. ഇത് തമ്മിലുള്ള ആ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് ഈ സെൽ മെംബ്രെയിൻ ആണ്, ഓർ സെല്ലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്പറേറ്റിംഗ് ബൗണ്ടറി ആണ്. സോ സെൽ മെംബ്രെയിൻ ഈസ് ദ സെപ്പറേറ്റിംഗ് ബൗണ്ടറി ഓഫ് ദ സെൽ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇതിനപ്പുറം ചില സംഭവങ്ങൾക്ക് സെൽ വാൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ബാക്ടീരിയക്ക് സെൽ വാൾ ഉണ്ട്, ചെടികൾക്ക് കാണും, പക്ഷെ മനുഷ്യന് ഈ സെൽ വാൾ ഇല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കുക. സോ സെൽ മെംബ്രെയിൻ ആണ് നമ്മുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് സംഭവം. സോ സെൽ മെംബ്രെയിനെ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയും. ദെൻ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ലെമ്മയാണ്. ഇപ്പൊ ന്യൂറോണിന്റെ ആണെങ്കിൽ ന്യൂറോ ലെമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് സെൽ മെംബ്രെയിൻ ഓഫ് ദ ന്യൂറോണിനെ കുറിച്ചിട്ടാണ് പറയുക. ആൻഡ് ഇതിന് ഉള്ളിലുള്ള ഭാഗത്ത് നമ്മൾ സാധാരണ സൈറ്റോസോൾ എന്നായിരിക്കും നമ്മൾ പറയുക. ദെൻ ന്യൂക്ലിയസ് ഉണ്ട്, മറ്റു ഓർഗനലൈസ് എല്ലാം ചേർന്നാണ് സൈറ്റോസോൾ എന്ന് പറയുന്ന ഭാഗം. സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇതാണ്, ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ബൗണ്ടറി ഓഫ് എ സെൽ എന്നാണ്. സോ ഇറ്റ്സ് ദ ഫിസിക്കൽ ഐസൊലേഷൻ ഓഫ് സെല്ലുലാർ കണ്ടന്റ്സ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. സോ ഇതൊക്കെ സെല്ലുലാർ കണ്ടന്റ്സ് ആണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഫിസിക്കൽ ഐസൊലേഷൻ ആണ് ദി സെൽ മെംബ്രെയിൻ. സോ ഏകദേശം ഒരു 5 to 10 നാനോമൈക്രോൺ ഇത്രയൊക്കെ തിക്നെസ്സേ ഉള്ളൂ ഈ സെൽ മെംബ്രെയിൻ. സോ സെൽ മെംബ്രെയിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാം. നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ സെമി ഫ്ലൂയിഡ് ആണ് എന്നുള്ളതാണ്. സെമി ഫ്ലൂയിഡ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലൈക്ക് കൺസിസ്റ്റൻസി ആണ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് റിജിഡ് അല്ല. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് ദ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ എന്നാണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്നാണ് ഞാൻ പറഞ്ഞത്, സെമി പെർമിയബിൾ എന്നല്ല പറഞ്ഞത്. സോ ഇറ്റ് ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ. സെല്ലിന്റെ പുറത്ത് നിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളെ മാത്രമേ അകത്തേക്ക് കടന്നു പോകാൻ പറ്റൂ. ഇപ്പൊ നമുക്കതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ചാർജ്ഡ് എന്ന് വെച്ചാൽ ചാർജ് ഉള്ളത്, അല്ലെ, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊക്കെയുള്ള ചാർജ് ഉള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ പോളാർ വെള്ളത്തിൽ അലിയുന്ന സംഭവങ്ങൾ, അതൊക്കെ ചാർജ് ഉണ്ടാവും. സോ ഇതൊന്നും ചുമ്മാ അകത്തേക്ക് കടത്തി വിടത്തില്ല. പകരം കടത്തി വിടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോൺ പോളാർ ആയിരിക്കണം. നോൺ പോളാർ അല്ലെങ്കിൽ മറ്റൊരു വാക്ക് ലിപിഡ് സോലുബിൾ ആയിട്ടുള്ള സംഭവങ്ങളെ മാത്രമേ അകത്തേക്ക് കടക്കാൻ പറ്റൂ. സെല്ലിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഗ്ലൂക്കോസ് ആണെന്ന് വിചാരിക്കുക. ഈ ഗ്ലൂക്കോസിന് പോലും ഫ്രീ ആയിട്ട് അങ്ങ് കടന്നു പോകാൻ പറ്റില്ല. അതിന് ചില ട്രാൻസ്പോർട്ടേഴ്സ് ഒക്കെ വേണ്ടി വരും. ഇപ്പൊ ചാർജ്ഡ് ആയിട്ടുള്ളത് സോഡിയം, അല്ലെ, സോഡിയം Na+, പൊട്ടാസ്യം, കാൽഷ്യം, ഇതൊന്നും ചുമ്മാ അകത്തേക്ക് കയറി പോവില്ല. ക്ലോറിനായാലും എല്ലാം ചാർജ് ഉള്ളതൊന്നും അങ്ങോട്ട് കയറി പോകാൻ സമ്മതിക്കില്ല. സോ റെഗുലേഷൻ, നാലാമത്തെ റെഗുലേഷൻ ഓഫ് മോളിക്കുലാർ ട്രാഫിക്കിംഗ്. റെഗുലേഷൻ ഓഫ് മോളിക്കുലാർ ട്രാഫിക്കിംഗ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ എന്ന് പറയും. സോ ഇറ്റ് റെഗുലേറ്റ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് അക്രോസ് സെൽ മെംബ്രെയിൻ. അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും എല്ലാം റെഗുലേറ്റ് ചെയ്യും. മാത്രമല്ല സെൽ മെംബ്രെയിന് ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ സെൽ മെംബ്രെയിൻ സാധാരണ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ വരയ്ക്കുക, 2 വര വരച്ചാൽ തൽക്കാലം സെൽ മെംബ്രെയിൻ ആണ്. സോ സെൽ മെംബ്രെയിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ ഔട്ട്സൈഡ്, ഇത് പുറം ഭാഗമാണ്, ഇത് അകമാണ്. സോ ദിസ് ഈസ് സൈറ്റോസോളിക് ഭാഗമാണ്. സൈറ്റോസോളിക് ഇത് ഔട്ടർ ഭാഗമാണ്, ഔട്ടർ ഭാഗം. ഓക്കെ. സോ ഈ സെൽ മെംബ്രെയിന്റെ പുറവും ഔട്ടർ ഭാഗവും ഈ അകത്തുള്ള ഇൻസൈഡ് ഉള്ള ഭാഗവും തമ്മിൽ ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഡിഫറൻസ്. സോ മിക്കവാറും ഔട്ട്സൈഡ് ഈസ് മോർ പോസിറ്റീവ്. ഇവിടെ കൂടുതൽ പോസിറ്റീവ് ആയിരിക്കും. എന്നുവെച്ചാൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ പോസിറ്റിവിറ്റി കുറവായിരിക്കാം അകത്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ടാകും -70 മില്ലി വോൾട്ട് ആണ് ഇവിടെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം -70 മില്ലി വോൾട്ട് ആണ്. എവിടെയാണ് അത്? ന്യൂറോണിൽ അത്രയാണ്. -90 മില്ലി വോൾട്ട് ഇപ്പോൾ സ്കെൽറ്റൽ മസിൽ ഉണ്ടാകാം. ഹൃദയത്തിന്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ -65 to -90 മില്ലി വോൾട്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. സോ ദർ ഇസ് എ വോൾട്ടേജ് ഡിഫറൻസ്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരാൾ അകത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കൂടുതൽ നെഗറ്റീവ് ആണ്, ഇവിടെ കൂടുതൽ പോസിറ്റീവ്. അതാണ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ഈ സെൽ മെംബ്രെയിൻ എങ്ങനെയാണ് എന്നത് പല നാളുകളായിട്ട്, പല മോഡൽസ്, പല കാലത്തായിട്ട് വിവരിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് ഓവർട്ടൺ ആണ്, ഓവർട്ടൺ. ദെൻ പിന്നീട് ഗോർട്ടർ ആൻഡ് ഗ്രാൻഡൽ ഉണ്ട്. ഗോർട്ടർ ആൻഡ് ഗ്രാൻഡൽ എന്ന് പറഞ്ഞ അവരുടെ മോഡൽ ഉണ്ടായിരുന്നു. പിന്നെ ഡേവ്സൺ ആണ്, ഡേവ്സൺ ആൻഡ് ഡാനിയൽ
ഡാനിയലിയുടെ ഫേമസ് മോഡലാണ് ട്രൈലാമിനാർ മോഡൽ എന്ന് പറയുന്നത്. ദെൻ JD റോബർട്ട്സൺ, അതിനെ നമ്മൾ റോബർട്ട്സൺ അവിടെ യൂണിറ്റ് മെംബ്രെയിൻ എന്നാണ് പറയുക. സോ ഇങ്ങനെ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ പറയുന്ന കൺസെപ്റ്റ് ഇസ് ജൊനാഥൻ സിംഗർ ആൻഡ് ഗാർത്ത് നിക്കോൾസൺ എന്ന് പറയുന്നവരുടെ സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പറയുന്ന മോഡൽ, അവർ പറഞ്ഞ മോഡൽ ആണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. സോ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവർ പറഞ്ഞത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ലിപ്പിഡ് ബൈ ലെയർ ആണ് എന്നാണ് പറഞ്ഞത്. സോ അതിൽ ലിപ്പിഡ് മാത്രമല്ല, ലിപ്പിഡ് ഉണ്ട്, ദെൻ പ്രോട്ടീൻസ് ഉണ്ട്, കുറെ പ്രോട്ടീൻസ് കാണും, ദെൻ കാർബോഹൈഡ്രേറ്റ്. സോ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു സംഭവമാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ സെൽ മെംബ്രെയിനിൽ 3 കാര്യങ്ങൾ, 1 ലിപ്പിഡ്സ് ആണ്, 2 പ്രോട്ടീൻ ആണ്, 3 സം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. സോ അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും അധികം കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലിപ്പിഡ് എന്ന് പറയാം. ജനറലി മോർ ലിപ്പിഡ് ആണെന്ന് പറയാം. തൊട്ടടുത്ത് പ്രോട്ടീൻ ഉണ്ട്, ഇത് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. സോ അപ്പോൾ ഒരു ഏകദേശം കണക്ക് പറഞ്ഞാൽ ഒരു 50 to 55% ലിപ്പിഡ് എന്ന് നമുക്ക് പറയാം. ഒരു 45 to 55% വരെ കാർബോഹൈഡ്രേറ്റ് കണ്ടേക്കാം, പ്രോട്ടീൻ കണ്ടേക്കാം, ഒരു 5 to 10% വരെ കാർബോഹൈഡ്രേറ്റ്സും കണ്ടേക്കാം. സോ ഓരോ സെല്ലും പല നമ്മുടെ ശരീരത്തിൽ അറിയാം ഡിഫറെന്റ് ടൈപ്പ് സെല്ലുകളാണ്. എല്ലാത്തിലും വ്യത്യാസം വരും. അതുകൊണ്ട് നമുക്ക് റേഞ്ചേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ഇത് RBC ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ RBCയുടെ ഇപ്പോൾ 43% ഉള്ളൂ ലിപ്പിഡ്, 49% പ്രോട്ടീൻ ആണ്, ദെൻ 8% കാർബോഹൈഡ്രേറ്റ്. മറ്റൊരു സെല്ല് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 54% ലിപ്പിഡ് ഉണ്ട്, 46% പ്രോട്ടീൻ ഉണ്ട്, ദെൻ 2 to 4% ഉള്ളൂ. സോ ക്യാൻ വേരി ഫ്രം സെൽ ടു സെൽ. ഓക്കെ, എന്തായാലും 3 തരം സംഭവങ്ങൾ, 1 ലിപ്പിഡ്, 2 പ്രോട്ടീൻസ് ആൻഡ് 3 കാർബോഹൈഡ്രേറ്റ്. ഇപ്പൊ നമുക്ക് ആദ്യം ലിപ്പിഡ്സിനെ പറ്റി പറയാം. ലിപ്പിഡ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. സോ ലിപ്പിഡ്സ് ആർ സ്ട്രക്ചറൽ ലിപ്പിഡ്സ് ആണല്ലേ, സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട്. ഫംഗ്ഷൻ ലിപ്പിഡ്സ് അല്ല. ഇപ്പോൾ ഫാറ്റി ആസിഡ്സ് നമ്മൾ എനർജിക്ക് ഉപയോഗിക്കുന്ന ആ സംഭവമല്ല, സ്ട്രക്ചറൽ ലിപ്പിഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഇത് വെച്ചിട്ടാണ് ഈ സംഭവം ബേസിക് ഉണ്ടാക്കിയിരിക്കുക. സെൽ മെംബ്രെയിന്റെ ബേസിക് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സ്കാഫോൾഡിംഗ്, ഈ സംഭവം നമ്മൾ വരയ്ക്കുന്നത് ബേസിക്കലി ദിസ് ഇസ് ലിപ്പിഡ്. ആൻഡ് ഈ ലിപ്പിഡ്സ് തന്നെ 3 തരത്തിലുള്ളതുണ്ട്. 1 ഈസ് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്, ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്ന ഒരു തരമുണ്ട്. 2 ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ്, സോ ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്. ആൻഡ് 3ാമത്തത് സ്റ്റിറോൾസ്. ആൻഡ് അപ്പൊ ഇതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഏറ്റവും അധികം കൂടുതലുള്ളത്. ആൻഡ് ഇത് തന്നെ നമുക്ക് വീണ്ടും 2 തരമുണ്ട് പ്രധാനപ്പെട്ടത്. ആൻഡ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതിൽ തന്നെ ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഏറ്റവും കൂടുതലുള്ള, അല്ലെങ്കിൽ ഫോസ്ഫോഗ്ലിസറൈഡ്സ് എന്നും വിളിക്കാം. ആൻഡ് ഇതിന്റെ ബേസിക് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആണ്. സോ ഗ്ലിസറിൻ ഡിറൈവ്ഡ് ആണ് സംഭവം. ആൻഡ് 2ാമത്തത് സ്ഫിംഗോലിപ്പിഡ്സ് ആണ്. സ്ഫിംഗോ ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ആൻഡ് ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത് സ്ഫിംഗോസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതലുള്ളത് ഫോസ്ഫോലിപ്പിഡ്സ് ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ നമുക്ക് ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സ് ഒന്ന് ബേസിക് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഈസ് ഗ്ലിസറിൻ ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഫാറ്റി ആസിഡ് ഉണ്ട്, ഇതാണ് ഫാറ്റി ആസിഡ്. ഇവിടെ വേറൊരു ഫാറ്റി ആസിഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് ഈ ഫോസ്ഫേറ്റിനോട് ചേർന്ന് ചിലപ്പോൾ ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പ് ചിലപ്പോൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇനി ഇതിന്റെ കൃത്യമായിട്ടൊന്ന് സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് CH2 ഇവിടെ ഉണ്ട്, ദെൻ CH ഉണ്ട്, ദെൻ CH2. ഇവിടെ എന്താ ഉള്ളത്? ഗ്ലിസറോളിന്റെ ഇവിടെയും OH ഉണ്ട്, ഇവിടെയും OH ഉണ്ട്. സോ 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ള 3 കാർബൺ ഉള്ള സാധനമാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ ഒരു ഫാറ്റി ആസിഡ് അങ്ങ് പിടിപ്പിക്കുകയാണ്. ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ COOH ഉള്ള സംഭവമാണ്. സോ OHും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ആസിഡ് പ്ലസ് ആൽക്കഹോൾ എസ്റ്റർ ആയിരിക്കും ഫോം ചെയ്യുക എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് വരയ്ക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കാം. CH2 അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതാണ് ആവശ്യം. അടുത്ത O ഉണ്ട്, ദെൻ C ഡബിൾ ബോണ്ട്. സോ ഇതൊരു എസ്റ്റർ ബോണ്ടാണ്. പിന്നെ നമ്മൾ സാധാരണ വരയ്ക്കുക ഇങ്ങനെയാണല്ലേ, ഫാറ്റി ആസിഡ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ മാത്രമല്ല CH2, ഇത് കഴിഞ്ഞ് C, ഇവിടെ ഒരു H ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ ഇവിടെയും ഈ ഓയിൽ ഇങ്ങനെ ഉണ്ട്, C ഡബിൾ ബോണ്ട് O ഉണ്ട്, ദെൻ ഫാറ്റി ആസിഡ് ഉണ്ട് എന്ന് മനസ്സിലായി. ദെൻ അപ്പോൾ 3ാമത്തെ പൊസിഷനിൽ ഇവിടെയും O തന്നെയാണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഒരു P ഉണ്ട്, ഡബിൾ ബോണ്ട് O ഉണ്ട്, ദെൻ O മൈനസ് ഫോസ്ഫേറ്റ് ആയി. ദെൻ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ക്യാൻ ബി ആൻ ആൽക്കഹോൾ. ഇവിടെ ഒരു ആൽക്കഹോൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാതെയും ഇരിക്കാം. സോ അപ്പോൾ നമ്മൾ ഈ വരച്ച സ്ട്രക്ചറിനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും വരയ്ക്കാതെ ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഫാറ്റി ആസിഡ് നമ്പർ 1, ഇതാണ് ഫാറ്റി ആസിഡ് നമ്പർ 2. അപ്പോൾ ഇതാ മുകളിലുള്ള ഭാഗവും ഫോസ്ഫേറ്റും എല്ലാം കൂടി ചേർന്ന്
ചേർന്ന ഭാഗമാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. സോ ഇതാണ് സെൽ മെംബ്രെയിനിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വരയ്ക്കുക ഇങ്ങനെയാണ് അല്ലെ, സെൽ മെംബ്രെയിൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ സെൽ മെംബ്രെയിൻ ആയി. പക്ഷെ നമ്മൾ പറഞ്ഞത് ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ എന്നാണ് പറയുക. അപ്പോൾ ഇത് മാത്രം പോരാ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയും കൂടി വരയ്ക്കണം, താഴത്തുനിന്ന് ഇങ്ങനെയും. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ആയി. സോ ഇത് ഔട്ടർ ലീഫ്ലെറ്റ് എന്നാണ് പറയുക, ഇന്നർ ലീഫ്ലെറ്റ് ആണ് ഇത്. അല്ലെങ്കിൽ ഇത് സൈറ്റോസോൾ ആണെങ്കിൽ, ഇത് നമ്മുടെ സെല്ലാണെങ്കിൽ ഇത് സൈറ്റോസോളിക് എൻഡ്. ഇത് സൈറ്റോസോളിക് സൈഡിലുള്ള ഫോസ്ഫോലിപ്പിഡ് ലെയർ, ഇത് മുകളിലുള്ള ഫോസ്ഫോലിപ്പിഡ് ലെയർ. ആൻഡ് ഈ വരച്ചത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, അത് നമ്മൾ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ 16, 18 അങ്ങനെയൊക്കെയുള്ള നീളമുള്ള കാർബണുള്ള ചെയിൻ ആണ് അല്ലേ. എന്നിപ്പോൾ വരച്ചു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ് ഇവിടെ ഇരിക്കുന്നത് ഇവിടം വെച്ച് വരയ്ക്കാം. ഇവിടെ CH3 ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. സാറിന് ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കുക. സോ ഇതെല്ലാം CH3 ആണ്. CH3 മീൻസ് ഹൈലി സാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേറ്റഡ് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് ആർക്കെങ്കിലും കടക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഭാഗം ദിസ് ഏരിയ ഈസ് ഹൈലി ലിപ്പിഡ് സോലുബിൾ ഭാഗമാണ്. ലിപ്പിഡ് മാത്രമേ ഉള്ളൂ. വെള്ളത്തിനൊന്നും ഈ ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഹൈലി നോൺ പോളാർ ആയിട്ടുള്ള ഭാഗമാണ് ഇത്രയും ഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഈ ഫാറ്റി ആസിഡിന് വേണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ സാച്ചുറേറ്റഡ് ആകും. സോറി, ഇത് അൺസാച്ചുറേഷൻ ആകാം. സോ ഇറ്റ് ക്യാൻ ബി സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ് ആകാം. ദെൻ പോളി മോണോ അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഒക്കെ ആയിട്ട് വരാം. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കുക? ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഇത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. അതെന്തിനാണ് ഇങ്ങനെ വളവിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് സിസ് കൺഫർമേഷൻ അല്ലെ, സിസും ട്രാൻസും ഉണ്ട്. ഇത് ട്രാൻസ് ആയിട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കുകയാണ്. ഇവനാണെങ്കില്ല, ഇത് ഇത്തിരി ഫ്ലെക്സിബിലിറ്റി കൂടി കൊടുക്കും അല്ലെ. സിസ് കൺഫർമേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ച് ചിലത് നമ്മൾ ഇങ്ങനെ വരയ്ക്കും അല്ലെ. അതുകൊണ്ടാണ് ചില സെൽ മെംബ്രെയിൻ്റെ ഇതിനിങ്ങനെ വളവ് നമ്മൾ ഇടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കാം. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. സോ സെൽ മെംബ്രെയിൻ ഇതാണ്. ഇനി ഞാൻ ഗ്ലിസറോഫോസ്ഫോലിപ്പിഡ് ഒന്ന് വരയ്ക്കാം. ഇവിടെ ഒരു ഫാറ്റി ആസിഡ് ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ഫാറ്റി ആസിഡ് ഉണ്ട്, ആൻഡ് ഇവിടെ നമ്മൾ ഫോസ്ഫേറ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഫോസ്ഫേറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. അതിന്റെ അപ്പുറത്തേക്ക് ആൽക്കഹോൾ ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോസ്ഫാറ്റിഡിക് ആസിഡ്. ഫോസ്ഫാറ്റിഡിക് ആസിഡ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ഗ്രൂപ്പായിട്ട് പറയുകയാണെങ്കിൽ ഫോസ്ഫാറ്റിഡൈൽ എന്ന് പറയും. ഫോസ്ഫാറ്റിഡൈൽ ഗ്രൂപ്പാണ്. ഇനി നമ്മൾ ഇവിടെ ഈ ഫോസ്ഫേറ്റിൽ ഓരോരോ ആൽക്കഹോൾ പിടിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ പുറത്ത് ഇനി ഇവിടെ ഒരു ആൽക്കഹോൾ ഓരോന്നും മാറ്റി പിടിപ്പിക്കുകയാണ് നമ്മൾ. പല ആൽക്കഹോൾ, ഉദാഹരണത്തിന് കൊളീൻ എന്ന് പറയുന്ന ആൽക്കഹോൾ പിടിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു. കൊളീൻ എന്താണ്? അസറ്റൈൽ കൊളീനിലൊക്കെ ഉള്ള സംഭവമാണ് കൊളീൻ. സിസ്റ്റം സ്ട്രക്ചർ വരയ്ക്കാം. CH2 അല്ലെ. ഇവിടെ ഒരു OH ഉണ്ട്, ആൽക്കഹോൾ ആണ് സാധനം. ദെൻ ഒരു നൈട്രജൻ, അതിനകത്ത് 3 CH3 ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ചാർജ്. ഇതാണ് കൊളീൻ. സോ അപ്പം ഉണ്ടാകുന്നതാണ് ഫോസ്ഫാറ്റിഡൈൽ. ഓക്കെ, അത് നമുക്കറിയാം. കൊളീൻ, ഫോസ്ഫാറ്റിഡൈൽ. കൊളീന്റെ വേറെ പേരാണ് ലെസിത്തിൻ എന്നും നമ്മൾ ഇതിനെ വിളിക്കും. ലെസിത്തിൻ ആണ്. ദെൻ ഇവിടെ എത്തനോൾ അമീൻ ആണ് പിടിപ്പിക്കുന്നെങ്കിലോ, എത്തനോൾ അമീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിൾ ആണ്. ഈ സ്ട്രക്ചറിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ CH2 വരെ സെയിം ആണ് ഇത്രയും. ദെൻ ഒരു NH3 വരച്ചാൽ എത്തനോൾ അമീനായി. ഇപ്പൊ ഫോസ്ഫാറ്റിഡൈൽ എത്തനോൾ അമീനായി. അല്ലെങ്കിൽ അതിന് നമ്മൾ സെഫാലിൻ എന്ന് വിളിക്കും. സെഫാലിൻ. ഇനി ഇവിടെ നമ്മൾ അമിനോ ആസിഡ് സെറിൻ ആണ് പിടിപ്പിക്കുന്നെങ്കിലോ, അമിനോ ആസിഡ് സെറിൻ എന്ന് പറയുമ്പോൾ COH ഉണ്ട്, ഇവിടെ ഇവിടെ അമിനോ ഗ്രൂപ്പ് ആണുള്ളത്, ഇവിടെ CH2OH ഉണ്ട്. ഇതാണ് അപ്പൊ നമുക്ക് കിട്ടുന്നത് സംഭവം ഫോസ്ഫാറ്റിഡൈൽ സെറിൻ ആയി. ഇനി നമ്മൾ അധികം പഠിക്കുന്ന വേറൊരു ആൽക്കഹോളിന്റെ കാര്യം കൂടി പറഞ്ഞേക്കാം. ആൽക്കഹോളിന്റെ പേരാണ് ഇനോസിറ്റോൾ. ഇനോസിറ്റോൾ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഇനോസിറ്റോളിന്റെ സ്ട്രക്ചർ സിമ്പിൾ ആണ്. ഒരു ബെൻസിൻ റിംഗ് വരയ്ക്കുക. OH, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ OH, ഇവിടെയും OH, ഇവിടെയും OH. ഇതാണ് ഇനോസിറ്റോൾ. സോ കിട്ടുക ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ ആണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് വരയ്ക്കുന്നത് മിക്കവാറും ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, ദെൻ ഇവിടെ ആൽക്കഹോൾ ഗ്രൂപ്പ്. ഇനോസിറ്റോൾ ആണെങ്കിൽ ഇനോസിറ്റോൾ, കൊളീൻ ആണെങ്കിൽ കൊളീൻ, സെറിൻ ആണെങ്കിൽ സെറിൻ, അങ്ങനെ നമ്മൾ മാറ്റി വരും. ഇതാണ് അപ്പോൾ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലിസറോഫോസ്ഫോലിപ്പിഡ്സ് പ്രസന്റ് ഇൻ ദ സെൽ മെംബ്രെയിൻ. ഇനി ഗ്ലിസറോഫോസ്ഫോലിപ്പിഡ് ലെയർ എന്ന് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഈ ഭാഗം എന്ന് പറയുന്നത് നോൺ പോളാർ ആണ്, ചാർജ് ഇല്ല. ബിക്കോസ് ദീസ് ആർ ഫാറ്റി ആസിഡിന്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ്. ദിസ് ഇസ് ലിപ്പിഡ് ഭാഗമാണ്. പക്ഷെ ഇവിടെ ബിക്കോസ് ഓഫ് ദിസ് ഫോസ്ഫേറ്റ് അവിടെ ഒരു നെഗറ്റീവ് ചാർജ്. ഇനി ഫോസ്ഫേറ്റിന്റെ പുറത്ത് ആൽക്കഹോൾ ഉണ്ടെന്ന് വിചാരിച്ചു. ഡിപ്പെൻസ് അപ്പോൺ ആൽക്കഹോൾ. ഇപ്പോൾ ഫോസ്ഫാറ്റിഡൈൽ കൊളീനാണെങ്കിൽ നമ്മൾ N പോസിറ്റീവ് വരും, CH3 ഇങ്ങനെ വരച്ചുകൊണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ന്യൂട്രലായി. സോ അപ്പോൾ ഈ കോമ്പൗണ്ട് ഇസ് ആംഫിപ്പത്തിക് ആണ് എന്ന് നമുക്ക് പറയാം. ആംഫിപ്പത്തിക് ഗ്രൂപ്പാണ് വെച്ചാൽ ഇവിടെ ചാർജ് ഉള്ള ഭാഗമുണ്ട്, അല്ലെങ്കിൽ ഈ ഭാഗം പോളാർ ആണ് എന്ന് പറയാം. ഇവിടെ നോൺ പോളാർ ആണ്. അപ്പൊ ഇവിടെ ബാക്കിയും കൂടി വരച്ചാലോ ലിപ്പിഡ് ബൈലെയർ ആണല്ലോ. ഇത് ഇനിയും ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെയും ഉണ്ട് എന്ന് നമ്മൾ കരുതി ഇവിടെയും വരച്ചാൽ. സോ ദിസ് ഏരിയ ഈസ് നോൺ പോളാർ ആൻഡ് ദിസ് ഏരിയ ഇവിടെയും ഇന്നർ സൈഡിലും ഔട്ടർ സൈഡിലും പോളാർ ആണ്. കാരണം ഇവിടെ സൈറ്റോസോൾ ആണ്, ഇവിടെ വാട്ടർ ഉണ്ട്. ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് ആണ്, ഇവിടെയും വാട്ടർ ഉണ്ട്. സോ ദിസ് ഏരിയ ഈസ് പോളാർ,
ദിസ് ഏരിയ ഈസ് ഓൾസോ പോളാർ. ഈ ഇൻ ബിറ്റ്വീൻ നോൺ പോളാർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പോളാർ ഹെഡ് ഉണ്ട്, നോൺ പോളാർ ഭാഗവും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇവ തമ്മിൽ എങ്ങനെ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോൺ പോളാർ ഏരിയ ആണ് ഈ ഭാഗം. സോ ഇവ തമ്മിൽ കോവാലൻ ബോണ്ട് ഇല്ല, നോ കോവാലൻ ബോണ്ട്. കോവാലൻ ബോണ്ട് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകം പഠിച്ചു വെക്കേണ്ടത്. എന്താണോ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്ക് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻസ് ആണ് ഇവ തമ്മിലുള്ളത്. ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻസ് മൂലം ഇങ്ങനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവയും തമ്മിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് വാണ്ടർ വാൾ ഫോഴ്സ്. ഇനി ഇവ തമ്മിലൊക്കെ ചെറിയ അയോണിക് ബോണ്ട്സ് ഉണ്ടാവും, അയോണിക് ബോണ്ട്. സോ ഇങ്ങനെ മൊത്തത്തിൽ ഒരു കോവാലൻ ബോണ്ടിങ് ഇല്ല. അപ്പൊ ഞാൻ സെൽ മെംബ്രെയിൻ ഇങ്ങനെ ഒന്ന് വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ 2 ലെയറായിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഒന്നും ഇല്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവയ്ക്ക് അനങ്ങാൻ പറ്റും അല്ലെ. സോ ഫ്ലൂയിഡിറ്റി അതുകൊണ്ടാണ് നമ്മൾ ലിപ്പിഡ് ബൈ ലെയർ ഫ്ലൂയിഡ് മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എങ്ങനെ മൂവ് ചെയ്യാന്ന് വെച്ചാൽ ലാറ്ററലായിട്ട് മൂവ് ചെയ്യാം. ഇങ്ങനെ ലാറ്ററലായിട്ട് മൂവ് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യൽ ബുദ്ധിമുട്ട്. അതിന് സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻസിന്റെ ഒക്കെ സഹായം വേണ്ടിവരും. സോ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഫാറ്റി ആസിഡിന് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകാം, ഇവിടെ ഇരിക്കുന്ന ഫാറ്റി ആസിഡിന് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകാം. സോ ഇങ്ങോട്ട് ഇത് 2 ലെയർ മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോൾ 3 ഡയമെൻഷനിൽ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും അല്ലേ. 100 കണക്കിന് ഫാറ്റി ആസിഡ് ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിന് ലാറ്ററലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് വിളിക്കുക, സീ ഓഫ് ലിപ്പിഡ്സ് എന്നാണ് വിളിക്കുക. മൂവിങ് സീ ഓഫ് ലിപ്പിഡ്സ് എന്ന് പറയാൻ കാരണം അതാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് ഇത് അങ്ങ് ഇരിക്കല്ല, ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം ഇവിടെ ഇരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് ഇങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് നാം മനസ്സിലാക്കും. സോ ഇവിടെയുള്ള ഫോഴ്സസ്, ഇവിടെയുള്ളത് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ ആണ്. ദെൻ ഇവിടെയുള്ളത് വാണ്ടർ വാൾസ് ഫോഴ്സ് ആണ്. ദെൻ അയോണിക് ഫോഴ്സ് ഇവിടെ ഉണ്ട്. ദർ ഈസ് നോ കോവാലൻ ബോണ്ട്. ഇത് ഓർത്ത് വയ്ക്കും. സോ ലാറ്ററലായിട്ട് മൂവ് ചെയ്യാം, ദെൻ ഇന്നർ ലീഫിലേക്ക് ഔട്ടർ ലീഫിലേക്ക് മൂവ് ചെയ്യുന്നതിന് തടസ്സങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഗ്ലിസറോഫോസ്ഫോലിപ്പിഡ്സ് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ഉള്ളത് സ്ഫിങ്കോഫോസ്ഫോലിപ്പിഡ്സ് ആണ്. സ്ഫിങ്കോഫോസ്ഫോലിപ്പിഡ്സിൽ ഇവിടെ ഗ്ലിസറോൾ അല്ല ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അത് സ്ഫിങ്കോസിൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സ്ഫിങ്കോസിൻ എന്ന് പറയുന്ന സംഭവമാണ്. സ്ഫിങ്കോസിന്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു CH വരച്ചു കഴിഞ്ഞാൽ ഇവിടെ CH, ദെൻ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് ഇവിടെ, ദെൻ പിന്നെ ഒരു CH2 ഒരു 12 എണ്ണം വരച്ചിട്ട് ദെൻ CH3 വരച്ചു കഴിഞ്ഞാൽ ദെൻ ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഇത് 3rd കാർബൺ ആണ്. ഇതാണ് 3rd കാർബൺ. അവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇത് മൊത്തം ഒരു 15 കാർബൺ ഉള്ള ഒരു ചെയിൻ ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇതാണ് 2ാമത്തെ കാർബൺ. 2ാമത്തെ കാർബണിൽ മറ്റേ ഗ്ലിസറോളിൽ ഇവിടെയും OH ഉണ്ട്, 3ാമത്തേലും ഉണ്ട് അല്ലെ. അടുത്ത 3ാമത്തേലും OH ഉണ്ട്. പക്ഷെ ഇവിടെ OH അല്ല ഉള്ളത്, ഇവിടെ ഒരു അമിനോ ഗ്രൂപ്പ് ആണ് ഉള്ളത്, NH. ഞാൻ 2 വരയ്ക്കാം, NH2 ആണ് ഉള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞു H ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഇവിടെ ഫാറ്റി ആസിഡ് പിടിപ്പിക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. ഫാറ്റി ആസിഡ് പിടിപ്പിക്കുന്നത് ഈ അമിനോ ഗ്രൂപ്പിലേക്കാണ് ഫാറ്റി ആസിഡ് പിടിപ്പിക്കുക. 2ാമത്തെ കാർബണിലുള്ള അമിനോ ഗ്രൂപ്പിലാണ് പിടിപ്പിക്കുക. മറ്റേത് അവിടെ ആയിരുന്നു, മറ്റേത് OHലേക്ക് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ബോണ്ട് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് ഇവിടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്നത് ഇവിടെ ഈ N ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ദെൻ NC ഡബിൾ ബോണ്ട് O, ദെൻ R. ഇങ്ങനെ ഒരു ബോണ്ടാണ്. ഈ ബോണ്ട് അമൈഡ് ആണ്, എസ്റ്റർ അല്ല. സോ ദിസ് ഇസ് ആൻ എസ്റ്റർ അല്ല, അമൈഡ് ആണ്. ആൻഡ് ഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ്. ദെൻ P ഇങ്ങനെ പിടിപ്പിക്കുന്നു, ദെൻ ഇവിടെ O, സോ മൈനസ്. ഓക്കെ, ഫോസ്ഫേറ്റ്. ദെൻ ഫോസ്ഫേറ്റിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉള്ള എന്ത് വേണമെങ്കിലും നമുക്ക് പിടിപ്പിക്കാം, പലതും നമുക്ക് പിടിപ്പിക്കാം. സോ അതനുസരിച്ച് ഈ ഗ്രൂപ്പ് വ്യത്യാസം വന്നുകൊണ്ടേ ഇരിക്കും. ഇനി സ്ഫിങ്കോസിൻ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. ഇത് ഒരു സംഭവമാണ്. ഇവിടെ നമ്മുടെ ഫാറ്റി ആസിഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ഫോസ്ഫേറ്റ് പിടിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ കരുതും. അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ ഫോസ്ഫേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ വിളിക്കുക ഇതിനെ സെറാമൈഡ് എന്നാണ് വിളിക്കുക. സെറാമൈഡ് എന്ന് വിളിക്കും. അപ്പോൾ സ്ഫിങ്കോസിൻ പ്ലസ് ഫാറ്റി ആസിഡ് ആണ് സെറാമൈഡ്. അപ്പോൾ ഇവിടെ ഫോസ്ഫോ ഗ്രൂപ്പും കൂടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് പ്ലസ് ഒരു ആൽക്കഹോൾ കൂടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് സ്ഫിങ്കോ ഫോസ്ഫോലിപ്പിഡ്. സപ്പോസ് ഈ ആൽക്കഹോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോളിൻ ആണ് എന്നും കൂടി വിചാരിക്കും. ഇതെല്ലാം ഉണ്ട് വിത്ത് കോളിൻ ആണെങ്കിൽ ഇതിന്റെ പേര് ഫേമസ് പേരാണ്. ആൻഡ് ഇതിനെയാണ് നമ്മൾ സ്ഫിങ്കോമൈലിൻ എന്ന് വിളിക്കുക. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മൈലിൻ കേൾക്കുമ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ന്യൂറോൺസിൽ ധാരാളമായിട്ട് സ്ഫിങ്കോമൈലിൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഗ്ലിസറോഫോസ്ഫോലിപ്പിഡ്സിനെ നമ്മൾ വരച്ചത് ഇങ്ങനെയാണ്. വേണമെങ്കിൽ സിസും കൂടി ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം. ഇതിനെ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ഇതിനെ നമ്മൾ വരയ്ക്കുക വളരെ സിമ്പിൾ ആണ്. ഒരു വലിയ ഉണ്ട വരയ്ക്കുക, എന്നിട്ട് ഒരു വര വരയ്ക്കുക, ഇത്രേ ഉള്ളൂ. കാരണം എന്താ, ഒറ്റ ഒരു ഫാറ്റി ആസിഡ് ചെയിൻ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ ഈ ഭാഗം ഇത്തിരി വലുതായതുകൊണ്ട് ഈ തല ഇത്തിരി വലുതായിട്ട് നമ്മൾ വരയ്ക്കുന്നു എന്ന്. തല ഇത്തിരി വലുതാണ്. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഉണ്ട്, നെഗറ്റീവ് ആണെന്ന് കൂട്ടുക. ദെൻ ഇവിടെ ചാർജ് ഇല്ല. അപ്പോൾ സംഭവം ആംഫിപ്പതിക് തന്നെയാണ്, പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ സെൽ മെംബ്രെയിൻ വരയ്ക്കുകയാണെങ്കിൽ ഇതും കൂടി ചേർക്കണം. അപ്പോൾ ഇടയിൽ നമ്മൾ എന്ത് ചേർത്തു? ഒരു സ്ഫിങ്കോ ഫോസ്ഫോലിപ്പിഡ് കൂടി ചേർത്തു. വീണ്ടും നമ്മൾ മറ്റേത് വരച്ചു, വീണ്ടും ഇത് വരച്ചു. ഇവിടെയും വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചു, ഒരു സ്ഫിങ്കോ. അതാണ് നിങ്ങൾ പടമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒറ്റ ഒരു വരയും കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് സ്ഫിങ്കോ
ഒലിഗോ ഫോസ്ഫോലിപ്പിഡ്. സോ നമ്മൾ രണ്ട് സ്ട്രക്ചറൽ ഫോസ്ഫോലിപ്പിഡ്സ് നമ്മൾ കണ്ടു. ഒന്ന് ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ് ആണ്, രണ്ടാമത്തത് സ്ഫിങ്കോ ഫോസ്ഫോലിപ്പിഡ് ആണ്. അപ്പൊ സെൽ മെംബ്രെയിനിൽ ബേസിക് ആയിട്ട് ഇത് രണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ലിപ്പിഡ് നമ്മൾ പറഞ്ഞത് ഗ്ലൈക്കോലിപ്പിഡ് എന്നാണ് ഈ സംഭവം. ഇപ്പൊ ഇതിനകത്ത് ഇല്ലാത്തൊരു സംഭവം ഫോസ്ഫോ എന്നുള്ള വാക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഗ്ലൈക്കോ എന്ന് പറയുന്ന പുതിയൊരു വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഫോസ്ഫേറ്റ് ഇല്ല. അപ്പോൾ ഇതിലും രണ്ട് തരം ഗ്ലൈക്കോലിപ്പിഡ്സ് ഉണ്ട്. ഒന്ന് ഗ്ലിസറോ ഗ്ലൈക്കോലിപ്പിഡ് ഉണ്ട്, ഗ്ലിസറോൾ ഡിറൈവ്ഡ് ആണ്. രണ്ടാമത്തത് എന്തായിരിക്കും? അപ്പോൾ സ്ഫിങ്കോ തന്നെയാണ്. സ്ഫിങ്കോ ഗ്ലൈക്കോലിപ്പിഡ് ആണ് അടുത്തത്, സ്ഫിങ്കോസിൻ ഡിറൈവ്ഡ്. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം. നമുക്ക് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് ഫാറ്റി ആസിഡ് ആണെന്ന് വരയ്ക്കുക. രണ്ടാമത്തെ കാർബണിലും ഇങ്ങനെ ഫാറ്റി ആസിഡ് ഉണ്ടെന്ന് വരയ്ക്കുക. മൂന്നാമത്തേൽ ഇവിടെ OH ഉണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് ഫോസ്ഫേറ്റ് ഉണ്ടോ ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഉള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ടാണ് ഗ്ലൈക്കോ എന്ന വാക്ക്. സോ കാർബോഹൈഡ്രേറ്റും ഈ കണക്ഷനെ നമ്മൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ് വിളിക്കുക, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ സ്ഫിങ്കോ ഗ്ലൈക്കോലിപ്പിഡ് വരച്ചാൽ അതും സിമ്പിൾ ആണ്. ഇവിടെ ഇങ്ങനെ വരയ്ക്കാം, അതേ നീളം വേണ്ട. ഇത് സ്ഫിങ്കോ ആ ഗ്രൂപ്പാണ്. ദെൻ ഇവിടെ കാർബൺ ഉണ്ട്. കാർബണിൽ നൈട്രജനിലാണ് ഫാറ്റി ആസിഡ് ഉള്ളത് എന്ന് മാത്രമുള്ള ഒരു വ്യത്യാസം. ഇവിടെ കാർബൺ ഉണ്ട് ആൻഡ് ഇവിടെ OH ആണ്. OHൽ ഇവിടെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൊടുക്കാം, കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ആൻഡ് ദിസ് കാർബോഹൈഡ്രേറ്റ് ക്യാൻ ബി, ഇവിടെയുള്ള കാർബോഹൈഡ്രേറ്റ് ക്യാൻ ബി മോണോസാക്രൈഡ് ആകാം, അല്ലെങ്കിൽ ഒലിഗോസാക്രൈഡ് ആകാം. ഒലിഗോസാക്രൈഡ്, ഒരിക്കലും പോളിസാക്രൈഡ് കാണാറില്ല. പോളിസാക്രൈഡ് എന്ന് പറയുമ്പോൾ വലിയ സംഭവമാണ് അല്ലെ. മോണോസാക്രൈഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. സെറിബ്രോസൈഡ് എന്നാണ് അതിനെ വിളിക്കുക, സെറിബ്രോസൈഡ്. ഇനി ഈ മോണോസാക്രൈഡ് ഗ്ലൂക്കോസ് ആണ് എന്നും കൂടി ഞങ്ങൾ കരുതുക. അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? ഗ്ലൂക്കോസെറിബ്രോസൈഡ് എന്ന് വിളിക്കാമല്ലോ. സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി ഈ ഗ്ലൂക്കോസെറിബ്രോസൈഡിന്റെ കൂടെ ഇതാ ഇവിടെ ഗ്ലൂക്കോസെറിബ്രോസൈഡ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു വേറൊരു ഗ്രൂപ്പ് കൂടിയുണ്ട്, N-അസിറ്റൈൽ ന്യൂറാമിക് ആസിഡ് എന്ന് പറയുന്ന സാധനം കൂടിയുണ്ട്. N-അസിറ്റൈൽ ന്യൂറാമിക് ആസിഡ് കൂടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വേറെ വിളിക്കുക സയാലിക് ആസിഡ് എന്നാണ് വിളിക്കുക, സയാലിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേര് നമ്മൾ വിളിക്കുക ഗാംഗ്ലിയോസൈഡ് എന്നാണ് വിളിക്കുക, ഗാംഗ്ലിയോസൈഡ്. ഇനി ഒലിഗോസാക്രൈഡ്, ഈ കാർബോഹൈഡ്രേറ്റ് ഒലിഗോസാക്രൈഡ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക ഗ്ലോബോസൈഡ് എന്ന് വിളിക്കും, ഗ്ലോബോസൈഡ്. അപ്പോൾ ഇതിനും ലിപ്പിഡ് ഭാഗമുണ്ട്. ഇത് ലിപ്പിഡ് ഭാഗമാണ്, ഇത് ലിപ്പിഡ് ഭാഗമാണ് ഇതിന്റെ, ആൻഡ് ഇത് അല്ലാത്ത ഭാഗവും കൂടിയുണ്ട്. സോ ഗ്ലൈക്കോലിപ്പിഡ്സ് ഇതെല്ലാമാണ് ഗ്ലൈക്കോലിപ്പിഡ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ലിപ്പിഡ് ഉള്ളത് കൊളസ്ട്രോൾ അല്ലെങ്കിൽ സ്റ്റിറോൾസ് ആണ് അല്ലെ. അതിൽ നമ്മുടെ സെല്ലുകളിനകത്തൊക്കെ ഉള്ളത് കൊളസ്റ്ററോൾ ആണ്. കൊളസ്റ്ററോൾ ആണ് മൂന്നാമത്തെ ലിപ്പിഡ് ആയിട്ടുള്ളത്. കൊളസ്ട്രോൾ ജസ്റ്റ് ഞാൻ സ്ട്രക്ചർ എന്ന് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. 3 ബെൻസിൻ റിംഗ് ഉണ്ട്, ദെൻ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്, 4 സൈക്ലിക് റിംഗ് ആയി. അതിൽ ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. ദെൻ ഇവിടെയും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഇത്രയാണ് പ്രധാന ക്യാരക്ടറിസ്റ്റിക്. പിന്നെ ഉള്ളത് ഇവിടെയാണ്, ഇവിടെ ഇങ്ങനെ 1, 2, 3 താഴത്തേക്ക് ഒരു വരാം. ഇതാണ് കൊളസ്ട്രോൾ എന്ന് പറയുക. 27 കാർബൺ ഉള്ള 4 റിംഗ് ഉള്ള ദെൻ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇവിടെ ഉള്ള. അപ്പൊ ഇവിടെയും ചാർജ് ഉണ്ട് അല്ലെ. ഇവിടെ പക്ഷെ ചാർജ് ഇല്ലാത്ത ഭാഗമാണ്. അപ്പൊ ഇതും ഒരു ആംഫിപതിക് സംഭവമാണെന്ന് പറയാം. ആൻഡ് മനുഷ്യനിലൊക്കെ അല്ലെങ്കിൽ മൃഗങ്ങളിലൊക്കെ കൊളസ്ട്രോൾ ആണ്. പക്ഷെ ചെടികളിൽ ഉള്ള സ്റ്റിറോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? സ്റ്റിഗ്മാസ്റ്റിറോൾ ആണ്. സ്റ്റിഗ്മാസ്റ്റിറോൾ അല്ലെങ്കിൽ സീറ്റോസ്റ്റിറോൾ ഉണ്ട്. ദെൻ ഫംഗസിൽ നമ്മൾ എർഗോസ്റ്റിറോൾ ആണ്, എർഗോസ്റ്റിറോൾ ഉണ്ട് നമുക്കറിയാം. പിന്നെ കൊളസ്ട്രോൾ ഉള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയുടെ മൈക്കോപ്ലാസ്മ ആണ്. മൈക്കോപ്ലാസ്മ ഏറ്റവും ചെറിയ ബാക്ടീരിയ ആണ് നമുക്കറിയാം. മൈക്കോപ്ലാസ്മയിൽ കൊളസ്ട്രോൾ ആണ്. സോ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? കൊളസ്ട്രോൾ സ്റ്റിറോൾസിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. സെൽ മെംബ്രെയിന്റെ ആ ഫ്ലൂയിഡിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഈ കൊളസ്ട്രോൾ ഇടയിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കൊളസ്ട്രോൾ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഫ്ലൂയിഡിറ്റി കുറച്ചും കൂടി തിക്കാവും. അപ്പോൾ ഫ്ലൂയിഡിറ്റി കുറയും, അതിന് വേണ്ടിയിട്ടാണ് കൊളസ്ട്രോൾ ഇട്ട് കൊടുക്കുക. ആൻഡ് ഈ ലിപ്പിഡ് ബൈലർ നമ്മളിപ്പോൾ 2 ബൈലർ വെച്ചു. ഔട്ടർ നോൺ സൈറ്റോസോളിക് ലീഫ്ലെറ്റ്, ഇത് സൈറ്റോസോളിക് ലീഫ്ലെറ്റ്. ഇവിടെ രണ്ടും ഇട്ടിരിക്കുന്ന ഈ ഫോസ്ഫോഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഫോസ്ഫാറ്റിഡൈൽ കോളീൻ എന്ന് പറയുന്നത് ഔട്ടർ ലീഫ്ലെറ്റിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഫോസ്ഫാറ്റിഡൈൽ സെറീൻ നമുക്ക് ലോവർ ലീഫ്ലെറ്റിലായിരിക്കും കൂടുതലായിട്ട് കാണുക. ബാക്കിയൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. ദെൻ ഫോസ്ഫാറ്റിലെ ഈനോസിറ്റോളും നമുക്ക് ഈ ലോവർ ലീഫ്ലെറ്റിൽ ചിലപ്പോൾ കൂടുതലായിട്ട് കാണാൻ പറ്റും. ദെൻ ഗ്ലൈക്കോലിപ്പിഡ്സ് ഇപ്പോൾ അധികവും പുറത്ത് ഇവിടെ ആയിരിക്കും. ഗ്ലൈക്കോലിപ്പിഡ്സ് ഈ പുറത്തെ ലീഫ്ലെറ്റിലായിരിക്കും കൂടുതലായിട്ട് കാണാൻ പറ്റുക. സ്ഫിങ്കോമൈലിൻ നമുക്കറിയാം പുറത്ത് ഒരുപാടുണ്ട്. ഇനി അടുത്തത് മെംബ്രെയിനിലുള്ളത് പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് പ്രോട്ടീൻ
പ്രോട്ടീൻസ് ആണ്. ഇവിടെ സ്ട്രക്ചർ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രോട്ടീൻ മീൻസ് അമിനോ ആസിഡ് ഇങ്ങനെ ചേർന്നിരിക്കും. ആൻഡ് ഈ പ്രോട്ടീൻസ് ഇപ്പോൾ ഇത് സെൽ മെംബ്രെയിൻ ഞാൻ വെറുതെ ഇങ്ങനെ വരയ്ക്കുക എളുപ്പത്തിൽ തീരാനായിട്ടാണ്. സെൽ മെംബ്രെയിൻ ഇവിടെയുള്ള പ്രോട്ടീനെ നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം. ഇതിനെ നമ്മൾ പെരിഫറൽ പ്രോട്ടീൻസ് ഓർ എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് എന്നായിരിക്കും വിളിക്കും. സോ ദീസ് ആർ പെരിഫറൽ പ്രോട്ടീൻ. ഇതും പെരിഫറൽ ആണ്, പക്ഷെ സൈറ്റസോളിന്റെ അകത്താണെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ളത് ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്ന പ്രോട്ടീൻ ഉണ്ടാവും. സോ ഇതിനെ നമുക്ക് ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് വിളിക്കാം. ഇനിയുള്ളത് ലിപ്പിഡ് ആങ്കേർഡ്, എന്തെങ്കിലും ലിപ്പിഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രോട്ടീൻ ആയിരിക്കാം. ഇതിനെ നമുക്ക് ലിപ്പിഡ് ലിങ്ക്ഡ് പ്രോട്ടീൻസ് എന്ന് വിളിക്കാം. ദെൻ ഇവ ചെയ്യുന്ന ഫംഗ്ഷൻസ് അനുസരിച്ചും നമുക്ക് പലതും, ചിലപ്പോൾ ഇത് അയോൺ ചാനൽ ആയിരിക്കാം, ചിലപ്പോൾ ഇത് റിസപ്റ്റേഴ്സ് ആയിട്ടൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുക. പെരിഫറൽ പ്രോട്ടീൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു സോലിബിൾ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം സോലിബിൾ പ്രോട്ടീൻ ആണ്. ആൻഡ് ദീസ് ആർ സെക്രീറ്ററി പ്രോട്ടീൻ കൂടിയായിരിക്കും പുറത്തുള്ളത് മിക്കവാറും. ആൻഡ് അകത്തുള്ളത് ചിലപ്പോൾ ഇപ്പൊ എൻസൈംസ് ആയിരിക്കാം, ഇവിടെയും എൻസൈംസ് ആയിരിക്കാം. മിക്കവാറും അകത്തുള്ളതൊക്കെ ആയിരിക്കും എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന. ഉദാഹരണത്തിന് ഫോസ്ഫോലിപ്പേസസ് അല്ലെ, ഫോസ്ഫോലിപ്പേസസ് സി ഒക്കെ നമുക്ക് പഠിക്കും. സോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പെരിഫറൽ പ്രോട്ടീൻ ഇപ്പോൾ പുറത്തുള്ളത് ഫേമസ് ആയിട്ടുള്ളത് ഇപ്പോൾ RBCയിലുള്ള സ്പെക്ട്രിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പെരിഫറൽ പ്രോട്ടീൻ ആണ്, പുറത്തുള്ള പ്രോട്ടീൻ. ഇനി ഇന്റഗ്രൽ പ്രോട്ടീൻസ് നമുക്ക് ധാരാളം ഒരുപാട് പഠിക്കാനുള്ളത്. സോ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മെംബ്രെയിൻ. ട്രാൻസ്മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പ്രോട്ടീൻ വരയ്ക്കാം. നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്, GPCR എന്ന് നമ്മൾ വിളിക്കും. സോ ഇത് ഇവിടെ വന്നിട്ട് ഒരു സാധനം പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ സംഭവിക്കും. സോ ദിസ് എ പ്രോട്ടീൻ ആണ് ആൻഡ് ദിസ് ഈസ് റിസപ്റ്റർ ആണ്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ഈ ഇൻസുലിൻ റിസപ്റ്റർ പോലെയുള്ള ഇങ്ങനെയുള്ള സിംഗിൾ അതിന്റെ ആൽഫ ഹെലിക്സ് മാത്രം ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമുണ്ട്. ഇതും റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. സോ പ്രോട്ടീൻസ് ക്യാൻ ബി റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാം. ആൻഡ് ഇതിന് നമ്മൾ 7 ഇതുള്ളതുകൊണ്ട് 7 ട്രാൻസ്മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. സെർപെന്റൈൻ റിസപ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോട്ടീൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ലിപ്പിഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ലിപ്പിഡ് ആങ്കർഡ് പ്രോട്ടീൻസ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു ആൽഫ ചെയിൻ ഉണ്ട്, ഇവിടെ ഒരു ബീറ്റ ആൻഡ് ഗാമ, ഇങ്ങനെ 3 പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ലിപ്പിഡിൽ പിടിച്ചിരിക്കുകയായിരിക്കാം. ഇവിടെയും ചിലപ്പോൾ അങ്ങനെ കണ്ടേക്കാം. സോ ലിപ്പിഡ് ബൗണ്ട് പ്രോട്ടീൻസും ഉണ്ട്. ആൻഡ് ദീസ് പ്രോട്ടീൻസ് ക്യാൻ ബി, ഇനി വേറൊരു തരം പ്രോട്ടീൻസ് ക്യാൻ ആക്ട് ആസ് അയോൺ ചാനൽസ്. ഉദാഹരണത്തിന് വെറുതെ 4 ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് ആൻ അയോൺ ചാനൽ ഫോർ സോഡിയം ആണ്. സോഡിയം അകത്ത് കയറാനുള്ള അയോൺ ചാനൽ. ഇതേപോലെ കാൽഷ്യത്തിനുണ്ട്, പൊട്ടാസ്യത്തിനുണ്ട്, അതിനൊക്കെ പോരാനുള്ളതുണ്ട്. ദെൻ ഇത് മരുന്നുകൾ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചില അസിറ്റൈൽ കൊളീൻ വന്ന് പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ റിസപ്റ്റേഴ്സ് ആയിരിക്കാം. നമ്മൾ അതിനെ ഇങ്ങനെയാണ് വരയ്ക്കുക. സോ നടുവിലൊരു അയോൺ ചാനൽ ഉണ്ട്, സോഡിയം വേണേ അകത്ത് കയറായിരിക്കാം. ഇങ്ങനെ 3, 4, 5 ഒക്കെ ഉള്ള, ഇതിപ്പോ 1, 2, 3, 4, 5 3 ഉള്ളത് ടു 5 ഉള്ളത് സംഭവങ്ങളുണ്ട്. സോ ദീസ് ആർ ലിഗൻ ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോഴത്തേക്കും ഇത് വന്ന് സംഭവം പിടിക്കുമ്പോൾ ഇതിലൂടെ സോഡിയം വേണമെങ്കിൽ അകത്തേക്ക് കയറാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഗാബയാണ് പിടിക്കുന്നതെങ്കിൽ ഇതിലൂടെ ക്ലോറിനായിരിക്കും അകത്തേക്ക് കയറുന്നത്. സോ ദെൻ ദിസ് ക്യാൻ ബി ട്രാൻസ്പോർട്ടേഴ്സ് ആയിരിക്കാം. ട്രാൻസ്പോർട്ടേഴ്സ് ഇവിടെ എന്തെങ്കിലും വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അകത്തേക്ക് എടുക്കാനായിട്ട് ട്രാൻസ്പോർട്ടേഴ്സ് അറ്റാക്ക് ചെയ്യുന്ന പ്രോട്ടീൻസ് ഇവിടെ ഉണ്ടായിരിക്കാം. ദെൻ പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രോട്ടീൻ നമുക്കറിയാവുന്നത് സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട് അല്ലെ. 3 സോഡിയത്തെ പുറത്തേക്ക് കളയുമ്പോൾ 2 പൊട്ടാസ്യം അകത്തേക്ക് എടുക്കുന്ന ഒരു പ്രോട്ടീനാണ് സോഡിയം പൊട്ടാസ്യം ATPase. സോ ഇങ്ങനെയുള്ള വിവിധ തരം പ്രോട്ടീൻസുകൾ സെൽ മെംബ്രെയിനിലുണ്ട്. സോ അതുകൊണ്ടാണ് സെൽ മെംബ്രെയിന്റെ 50% പ്രോട്ടീൻ വരാൻ കാരണം ഇതേപോലുള്ള വിവിധ തരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ പറഞ്ഞത് ലിപ്പിഡ് ആങ്കർഡ് പ്രോട്ടീൻസ് എന്നാണ്. വേറെണ്ണം ഞാൻ പറയുകയാണെങ്കിൽ റാസ്, ചെറിയ മോണോമെറിക് റാസോ അങ്ങനെയൊക്കെയുള്ള പ്രോട്ടീൻസ് ഒക്കെ ഇതിനകത്ത് വരാം. ഇത് ഇൻസുലിൻ റിസപ്റ്ററിന് എക്സാമ്പിൾ ആണ്. റിസപ്റ്റർ ടൈറോസിൻ കൈനേസസ് ഓർ എൻസൈം ലിങ്ക് റിസപ്റ്ററിൽ വരുന്ന ചില പ്രോട്ടീനുകളാണ്. സോ പ്രോട്ടീനുകൾ നമ്മൾ പറഞ്ഞത് ഒന്ന് പുറത്തുള്ളതും ഇവിടെയും ഇരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിലുള്ളത് ഇന്റഗ്രൽ പ്രോട്ടീൻസ്, അതാണ് അയോൺ ചാനൽസ് ഒക്കെ അറ്റാക്ക് ചെയ്യുക. ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ്, അങ്ങനെയൊക്കെയുള്ള വിവിധ തരം പ്രോട്ടീനുകൾ ഉണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട പ്രോട്ടീൻ വെള്ളമകത്തേക്ക് സെല്ലിനകത്തേക്ക് കയറണമെങ്കിൽ അക്വാപോറിൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ വേണം വെള്ളമകത്തേക്ക് കയറണമെങ്കിൽ. പിന്നെ ഗ്ലൂക്കോസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് GLUT എന്നൊക്കെ പറയുന്നത്. സോ ദീസ് ആർ ട്രാൻസ്പോർട്ടർ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. ചിലത് ഒരാളെ ഇങ്ങോട്ടേക്ക് കയറ്റുമ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് കളയായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ഇപ്പോൾ സോഡിയം അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഗ്ലൂക്കോസിന് കയറി വരുന്ന പ്രോട്ടീൻ ഉണ്ടാകും. അങ്ങനെ സിൻപോർട്ട്, ആന്റിപോർട്ട് അങ്ങനെയൊക്കെയുള്ള മെക്കാനിസം നമുക്ക് ഇതിനകത്ത് പറയാം. ഇനി സെൽ മെംബ്രെയിനിൽ കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ കുറെ നമ്മൾ കണ്ടു. ഗ്ലൈക്കോ ലിപിഡ്സ് നമ്മൾ പറഞ്ഞു, ദെൻ ഗ്ലൈക്കോ പ്രോട്ടീൻ. സോ ഇങ്ങനെ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് സെൽ മെംബ്രെയിനിലാണെങ്കിൽ ഇവിടെ ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് വിചാരിക്കുക, പ്രോട്ടീനിൽ പിടിച്ചിട്ടായിരിക്കും കാർബോഹൈഡ്രേറ്റ് ഇരിക്കുക. അല്ലെങ്കിൽ ഇതൊരു ലിപ്പിഡ് ആണെങ്കിൽ ലിപ്പിഡിൽ പിടിച്ചിട്ടായിരിക്കും കാർബോഹൈഡ്രേറ്റ് ഇരിക്കുക. സോ ക്യാരക്ടറിസ്റ്റിക് ആണ്, ഓരോ സെല്ലിനും ഒരു പ്രത്യേക തരം കാർബോഹൈഡ്രേറ്റ് ഒക്കെ ആയിരിക്കും. സോ ദീസ് ആർ പ്രധാനമായിട്ടും ഐഡന്റിഫിക്കേഷൻ മാർക്കേഴ്സ് ആണ്. സെൽ റെക്കഗ്നിഷൻ ഓർ സെല്ലുലാർ ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ള സംഭവങ്ങളാണ് പ്രധാനമായിട്ട്. ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രോട്ടീനിലോ അല്ലെങ്കിൽ ലിപ്പിഡിലോ ഇങ്ങനെ പിടിച്ചിട്ട് 2 to 60 ലെയർ ആയിട്ട് ഇങ്ങനെ കോവാലന്റ്ലി ബൗണ്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കാർബോഹൈഡ്രേറ്റ്. സോ അപ്പോൾ ഒരു ഫസി ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെ നമ്മൾ ഗ്ലൈക്കോ കാലിക്സ് എന്നാണ് വിളിക്കുന്നത്. സോ സെൽ മെംബ്രെയിന്റെ പുറത്ത്
ഇങ്ങനെ ഇരിക്കും ഈ സംഭവങ്ങൾ. ദെൻ സെൽ ഐഡന്റിഫിക്കേഷൻ മാർക്കർ ഇപ്പോൾ പ്രധാനമായിട്ടും RBCയുടെ പുറത്തുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ പുറത്തുണ്ടാവും. സോ ദീസ് ആർ കാർബോഹൈഡ്രേറ്റ് ഇൻ നേച്ചർ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കാം. സോ അതാണ് ഇത്. പിന്നെ ഒരെണ്ണമുള്ളത് സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്. സോ കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഇതൊക്കെയാണ്. സെല്ലുലാർ ഇന്റഗ്രിറ്റിക്കോ കാര്യങ്ങൾക്കൊന്നുമല്ല. സെൽ ഐഡന്റിഫിക്കേഷൻ മാർക്കർ, അല്ലെങ്കിൽ ഗ്ലൈക്കോകാലിക്സ്, അല്ലെങ്കിൽ സെൽ ചേർന്നിരിക്കാനായിട്ടുള്ള സംഭവങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്. ഇനി നമുക്ക് ലിപ്പിഡ് റാഫ്റ്റ് എന്നുള്ളൊരു വാക്ക് കൂടി നമുക്ക് പറഞ്ഞു നിർത്താം. സോ ലിപ്പിഡ്സ് നമ്മൾ പറഞ്ഞു ഫ്രീ ഫ്ലോയിങ് ആണ്, അല്ലെങ്കിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആണ് നമ്മൾ പറഞ്ഞു. ഫ്ലോയിങ് അല്ല, ഫ്ലോട്ടിംഗ്. ആൻഡ് ചിലപ്പോൾ ചില ഏരിയയിൽ, ഇപ്പോൾ ഇത്രയും സ്ഥലത്തുള്ള ഒരു ഭാഗം മാത്രം, നമ്മൾ അതിനെ മൈക്രോ ഡൊമൈൻ എന്നാണ് വിളിക്കുക. ചെറിയ ചില സ്ഥലങ്ങളിൽ കൂടുതൽ തിക്കായിട്ടിരിക്കുകയായിരിക്കും, ഇവിടെ ഒരുപാട് ഈ സംഭവങ്ങൾ ഉണ്ടാകും. സോ അത് കുറേ കൂടി ഓർഡേർഡ് ആയിരിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് പോകാനോ ലാറ്ററൽ മൂവ്മെന്റ് ഒന്നും സാധിക്കാത്ത രീതിയിൽ. അത് മിക്കവാറും കൊളസ്ട്രോൾ ആയിരിക്കാം, അല്ലെങ്കിൽ സ്വിംഗോലിപ്പിഡ്സോ, ചില ഭാഗങ്ങളിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഏരിയ. അങ്ങനെയുള്ള ഏരിയയാണ് നമ്മൾ ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുക. ലിപ്പിഡ് റാഫ്റ്റ്. അപ്പോൾ കൊളസ്ട്രോൾ ആകാം, സ്വിംഗോ ലിപ്പിഡ്സോ, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ആകാം. സോ ദിസ് ക്യാരക്ടറിസ്റ്റിക് റീജിയൻ, ആ പ്രത്യേക റീജിയനെയാണ് നമ്മൾ ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലിപ്പിഡ് റാഫ്റ്റ് ആണ് കാവിയോളിൻ എന്നൊക്കെ പറയും. കാവിയോളിൻ ഈ സെൽ മെംബ്രെയിൻ ഇങ്ങനെയൊക്കെ ആവാനായിട്ട് സഹായിക്കുകയാണ്. എന്തെങ്കിലും നമ്മളതിന് എക്സോസൈറ്റോസിസ് അല്ലെങ്കിൽ പിനോസൈറ്റോസിസ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ സഹായിക്കുന്ന ചിലപ്പോൾ പ്രോട്ടീൻ ആയിരിക്കാം. കൃത്യം എന്തിനൊക്കെ വേണ്ടിയാണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. സോ അങ്ങനെയും കുറെ സംഭവങ്ങളുണ്ട്. അതാണ് ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയും. സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് വെറുതെ ഒരു ആവരണമല്ല. സെൽ മെംബ്രെയിനിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇപ്പോൾ സെൽ മെംബ്രെയിൻ തന്നെയാണ് ഇന്റേണൽ, മൈറ്റോകോൺട്രിയ ആണെങ്കിൽ ഇതിന് ചുറ്റുമൊക്കെ ഉള്ള ഈ ഇവിടെയുള്ള മെംബ്രെയിനും ഇത് തന്നെയാണ് വെച്ചുണ്ടാക്കിയിരിക്കുക. മറ്റേതെങ്കിലും മെംബ്രെയിനിൽ ഓർഗനിലെ, ഇപ്പോൾ ഇത് നമ്മുടെ വെസിക്കിൾസ് ആണ്, അസിറ്റൈൽകോളിൻ സ്റ്റോർ ചെയ്യുന്ന സാധനമാണെന്ന് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോ ട്രാൻസ്മിറ്റർ സ്റ്റോർ ചെയ്യുന്ന, ഇതിനും മെംബ്രെയിൻ ഉണ്ട്. അതും ഇത് തന്നെയാണ് സാധനം ഉള്ളത്. സോ സെല്ലുലാർ ഇന്റഗ്രിറ്റിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, സെല്ലിന്റെ എക്സിസ്റ്റൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ദിസ് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിർത്താം. ഒരു ഐഡിയ കിട്ടി കാണും എന്ന് ഞാൻ കരുതുന്നു. സോ താങ്ക് യു ഫോർ പേഷ്യന്റ് ലിസണിങ്.